സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം പെൻഷൻകാർ മരിക്കാത്തതാണെന്ന് പറയുന്ന സർക്കാർ നിലപാട് അപലപനീയമാണെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ കോതമംഗലം നിയോജക മണ്ഡലം കമ്മിറ്റി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് KSSPA കോതമംഗലം സബ് ട്രഷറിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു. പെൻഷൻ പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിക്കുക, കുടിശ്ശിക ഉൾപ്പെടെ ക്ഷമാശ്വാസം അനുവദിക്കുക, OPM ഓപ്ഷനും ഉറപ്പുവരുത്തി മെഡിസപ്പ് പദ്ധതിയിലെ അപാകതകൾ പരിഹരിക്കുക, ലഹരി വ്യാപനം തടയുന്നതിന് സർക്കാർ ശക്തമായ നടപടികൾ സ്വീകരിക്കുക, ആശാപ്രവർത്തകരുടെ ന്യായമായ അവകാശങ്ങൾ അനുവദിച്ചുകൊണ്ട് സമരം ഒത്തുതീർപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കോതമംഗലം സബ് ട്രഷറിക്ക് മുന്നിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ധർണാ സമരം നടത്തിയത്. ധർണാ സമരം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം PM മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ജൂലൈ 1 ഇന്നിപ്പോ ഏതാണ്ട് 10 മാസം കഴിഞ്ഞിരിക്കുകയാണ്. ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ പോലും വയ്ക്കുന്നതിന് ഈ ആലോചന പോലും നടത്തിയിട്ടില്ല എന്ന് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ നമ്മൾ ധനകാര്യമന്ത്രി സൂചിപ്പിക്കുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി ഈ സർക്കാരിന് ഒരു വർഷത്തെ കാലാവധിക്കുള്ളിൽ എന്താണെങ്കിലും ഒരു ശമ്പള പരിഷ്കരണ കമ്മീഷൻ വെച്ച് ഒരു പരിഷ്കരണം നടത്താൻ സാധിക്കില്ല എന്ന് ഉറപ്പായിരിക്കെ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കിട്ടേണ്ട ആനുകൂല്യം തടഞ്ഞു വയ്ക്കുന്നതിനും അതുപോലെ തന്നെ കൊടുക്കാതിരിക്കുന്നതിനുള്ള തീരുമാനമാണ് ഈ ഇടപെട്ട പിണറായി സർക്കാർ തുടരുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ അനിശ്ചിതകാലമായിട്ട് നീട്ടിക്കൊണ്ടുപോകുന്ന ഈ പരിഷ്കരണ നടപടി നീട്ടിക്കൊണ്ടുപോകുന്നത്. ഇത് തീർച്ചയായിട്ടും ജീവനക്കാരോടും പെൻഷൻകാരോടും അവഗണനയായിട്ട് മാത്രമേ കാണാൻ കഴിയുകയുള്ളൂ. ജില്ലാ സെക്രട്ടറി CA അലിക്കുഞ്ഞ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന കമ്മിറ്റി അംഗം KC ജോസ്, ഷാജു KL, AJ ജോൺ, TP പൗലോസ്, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് ആലീസ് കറിയ, ജിജി പോൾ, VK കാർത്തിയായനി, PV പൗലോസ്, CA അബ്ദുൾ റഹീം, ഡേവി ജോൺ, P ബാലൻ, NI അഗസ്റ്റിൻ, KP അഷ്റഫ്, സൈഫുദ്ദീൻ, KE കാസിം തുടങ്ങിയവർ സംസാരിച്ചു. നിയോജകമണ്ഡലം പ്രസിഡന്റ് CBJ അടപ്പൂർ അധ്യക്ഷത വഹിച്ച ധർണാ സമരത്തിന് PT റഷീദ് സ്വാഗതവും മാർട്ടിൻ കീഴേമാടൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.